എന്തിനാ അമ്മേ നിങ്ങൾക്ക് ഇത്രയും സങ്കടം? മക്കൾ ഉപേക്ഷിച്ച് ഒരുപാട് അമ്മമാർ നിങ്ങൾക്കിവിടെ കൂട്ടായുണ്ട്. അതേപോലെ ഞങ്ങൾ കുറച്ചു പേരും കൂടിയുണ്ട്. നിങ്ങളെയൊക്കെ നോക്കി സംരക്ഷിക്കാൻ. അമ്മയ്ക്ക് ഇവിടെ ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷെ എങ്കിലും അമ്മയുടെ മക്കളുടെ ആ കുറവ് അമ്മയ്ക്ക് ഇപ്പോഴും അനുഭവപ്പെടും. ഞങ്ങളിനി എത്ര നോക്കിയാലും. അതുകൊണ്ട് അവരെ കാണാത്ത സങ്കടമൊക്കെ മാറ്റിവെച്ച് ഇവിടെയുള്ളവരോടൊപ്പം ചേർന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ അമ്മ ശ്രമിക്കണം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിന് പോലും കഴിയാത്തൊരു മകനെ ഓർത്ത് അമ്മ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കരുത്. ഏത് സമയത്തും വിഷമിച്ചിരിക്കുന്ന ഭവാനിയമ്മയെ സമാധാനപ്പെടുത്താൻ വൃദ്ധസദനത്തിലെ ഒരു പെൺകുട്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. സിസ്റ്റർ, ഭവാനിയമ്മ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ അമ്മയുടെ ആരോഗ്യം കുറഞ്ഞു വരികയുള്ളൂ. ഇപ്പോൾ തന്നെ ബോഡി വല്ലാതെ വീക്കാണ്. ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ മോനെ ഒന്ന് വിവരം അറിയിച്ചെങ്കിൽ അയാളൊന്ന് വന്ന് കണ്ടാൽ ചിലപ്പോൾ മാറ്റം വല്ലതും ഉണ്ടായെന്ന് വരും. ഒന്ന് രണ്ട് തവണ അയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത്. ഒടുവിൽ അന്ന് പാതിരാത്രിയോടുകൂടി ഭവാനിയമ്മയുടെ അവസ്ഥ മോശമായതിനെ തുടർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 2 ദിവസം അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. ഒടുവിലാണ് ഡോക്ടർ വീട്ടുകാരെ എല്ലാവരെയും വിവരം അറിയിക്കാൻ പറഞ്ഞത്. ഭവാനിയുടെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. മാസത്തിൽ ഒരിക്കൽ വന്ന് കാണാമെന്ന് പറഞ്ഞ് അവരെ ഇവിടെ ആക്കിയിട്ട് പോയതാണ് അവർ. ഇപ്പോൾ ഇത്രയും സുഖമില്ലാതെ കിടന്നിട്ട് പോലും ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ മകനെ വിളിച്ച് വിവരം പറഞ്ഞേക്ക്. സിസ്റ്റർ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോയി. അനാഥാലയത്തിൽ നിന്നും രാവിലെ കോൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന്. അതുകൊണ്ട് ഒന്ന് പോയി നോക്കിയേക്ക്. പൂർണിമ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. നിരഞ്ജൻ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. ഓഫീസിൽ വിളിച്ചന്ന് ലീവ് എടുത്തു. അമ്മയെ കാണാൻ വൃദ്ധസദനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ വളരെ വേദന തോന്നി. നിങ്ങളെ 10 മാസം ചുമന്ന് പ്രസവിച്ച സ്ത്രീയല്ലേ, കഷ്ടം. നിരഞ്ജൻ, നിങ്ങളുടെ അമ്മ കഴിഞ്ഞൊരു വർഷമാണ് ഇവിടെ വന്നത്. അമ്മ ഇവിടെ എങ്ങനെയാണ് എത്തിയതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. വളർത്തി വലുതാക്കി അമ്മ ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭാരമാണ്. അച്ഛൻ മരിച്ചത് മുതൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയതെന്ന് ഇവിടെ വന്ന മുതൽ അവർ പറയുന്നതാണ്. അതിനുള്ള ഒരു പ്രതിഫലവും നിങ്ങൾ അവർക്ക് നൽകണ്ട. പക്ഷേ മാസത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് കാണാൻ പോലും നിങ്ങൾക്ക് സമയമില്ലാതെയായിപ്പോയി. ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഈ ഒരു രാത്രി അമ്മ താണ്ടുമെന്ന് ആർക്കും വിശ്വാസമില്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളെ വിവരം അറിയിച്ചത്. ഞാൻ എൻ്റെ അമ്മയും കൊണ്ടുപോവുകയാണ്. നിരഞ്ജൻ പെട്ടെന്നത് പറഞ്ഞപ്പോഴേക്കും സിസ്റ്റർ അവനെ നോക്കി. അതിന് നിങ്ങളുടെ ഭാര്യ സമ്മതിക്കുമോ? ഇതെൻ്റെ തീരുമാനമാണ്. ഞാൻ കൊണ്ടുപോകും. ഈ അവസാന നിമിഷമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനമുണ്ടായല്ലോ. സിസ്റ്റർ തന്നെ പരിഹസിച്ചാണ് പോയതെന്ന് നിരഞ്ജന് മനസ്സിലായി. ആംബുലൻസിൽ അമ്മയുടെ ഒരു നേർത്ത മിടിപ്പ് മാത്രമുള്ള ശരീരവുമായി നിരഞ്ജൻ ചെല്ലുമ്പോൾ പൂർണിമ മുഖം വീർപ്പിച്ചു. നിങ്ങൾ ഈ തള്ളയെ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്കിനി ഇവരെ നോക്കാനൊന്നും വയ്യ. പറഞ്ഞു തീരും മുൻപേ നിരഞ്ജൻ പൂർണിമയുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഇനി ഒരക്ഷരം അമ്മയെ പറ്റി പറഞ്ഞാൽ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. അന്ന് രാത്രി മുഴുവൻ നിരഞ്ജൻ അമ്മയ്ക്കായി കൂട്ടിരുന്നു. ഒരു നേർത്ത മിടിപ്പ് മാത്രമേ ആ ശരീരത്തിൽ അവശേഷിച്ചിരുന്നുള്ളൂ. വെളുപ്പാൻ കാലം എപ്പോഴും ആയപ്പോൾ ഒരു ദീർഘനിശ്വാസം കേട്ടു. അമ്മയുടെ കണ്ണുകൾ മേൽപോട്ട് പോയി. പിന്നെ അത് ചലിച്ചില്ല. നിരഞ്ജന്റെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളുകളെ ചുംബിച്ചു. അവൻ അമ്മയുടെ പാദത്തിനരികിൽ വന്ന് പാദങ്ങൾ തലവച്ച് നമസ്കരിച്ചു. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഒരു മാപ്പപേക്ഷ പോലെ. അമ്മയുടെ ബോഡി ഉമ്മറത്തെ വാഴയിലേക്ക് കിടത്തി. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കൂടിയിട്ടുണ്ട്. നിരഞ്ജന്റെ ചിന്തകൾ ഒരു വർഷം പിന്നിലേക്ക് പോയി. ഓഫീസിൽ നിന്നും ഒരു ദിവസം വീട്ടിലെത്തുമ്പോൾ പൂർണിമ ഒരേ ബഹളത്തിലാണ്. അമ്മ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിരഞ്ജൻ സ്വസ്ഥത കൊടുക്കുന്നില്ല. ഒടുവിൽ രണ്ടുപേരും തമ്മിൽ പ്രശ്നം രൂക്ഷമായപ്പോൾ പൂർണിമ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു ഭ്രാന്തിയെ പോലെ അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് തടയാൻ പോലും ആവാതെ നിരഞ്ജൻ അങ്ങനെ നിന്നു. വഴിയിൽ വെച്ച് പരിചയക്കാർ ആരൊക്കെയോ ചേർന്ന് അമ്മയെ പിടിച്ചു നിർത്തി. അമ്മയുടെ സങ്കടങ്ങളും പരാതികളും എല്ലാം കേട്ട ഒരു വാർഡ് കൗൺസിലറും നാട്ടുകാരും ചേർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി നിരഞ്ജനെയും പൂർണിമയുടെയും പേരിൽ കേസെടുത്തു. അമ്മ ഇനി അവരുടെ കൂടെ വിടുന്നില്ല എന്ന തീരുമാനത്തിൽ വൃദ്ധസദനത്തിലാക്കി. മാസം തോറും അമ്മയെ ചെന്ന് കാണണമെന്ന കണ്ടീഷന്റെ പുറത്താണ് പോലീസുകാർ അവിടെ നിന്ന് വിട്ടത്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് അമ്മയെ കാണാൻ 1-2 തവണ പോയതൊഴിച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടേയില്ല. അങ്ങനെ പോകാൻ തോന്നിയിട്ടുമില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരുന്നു. കുറച്ച് ദിവസം മുമ്പ് വൃദ്ധസദനത്തിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അസുഖമാണെന്നും നിങ്ങളെയൊക്കെ കാണണമെന്ന് പറയുന്നു. അർജന്റ് തിരക്കുകൾക്കിടയിലായിരുന്നു ആ കോൾ വന്നത്. വീട്ടിൽ വന്നത് പറയുമ്പോൾ പൂർണിമ അത് കേട്ട ഭാവം പോലും കാട്ടിയില്ല. പിന്നെ താൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുവാനോ അമ്മയെ പോയി കാണാനോ ശ്രമിച്ചില്ല. പിന്നെ 1-2 തവണയും കൂടി അവർ വിളിച്ചായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മക്കുറവാണെന്നും തിരക്കുകൾക്കിടയിൽ അമ്മയെ മനഃപൂർവ്വം മറന്നതായി തന്നെ ഭാവിച്ചു. കഴിഞ്ഞ ദിവസമാണ് വൃദ്ധസദനത്തിൽ നിന്ന് വീണ്ടും വിളി വന്നത്. അമ്മയ്ക്ക് സീരിയസ് ആണ്, ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുവെന്ന്. അത്യാവശ്യമായി കമ്പനി കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരുന്നതിനാൽ ഹോസ്പിറ്റലിലും പോകാൻ കഴിഞ്ഞില്ല. പിന്നെ വന്നിട്ട് മനഃപൂർവ്വം മറന്നു. കുഞ്ഞുനാൾ മുതൽ അച്ഛനില്ലാത്ത കുറവ് അമ്മയെ അറിയിച്ചിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ നിലയിലാക്കിയതും. പക്ഷെ തനിക്കൊരു വിവാഹാലോചന വന്നപ്പോൾ അതും സാമ്പത്തികമായി മുൻനിരയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും അമ്മയെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാപട്യങ്ങളൊന്നും അറിയാത്തൊരു സാധാ നാട്ടിൻപുറത്തുകാരിയായിരുന്നു അമ്മ.
അവരുടെ കൾച്ചറുമായി പൊരുത്തപ്പെടാൻ അമ്മയ്ക്കും കഴിയില്ലായിരുന്നു. പലപ്പോഴും അമ്മ ഞങ്ങളെ വീട്ടിലെ വേലക്കാരെയായി മാറുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അമ്മയെ എടുക്കാൻ സമയമായി എന്ന് ആരോ പറഞ്ഞു വന്നപ്പോഴാണ് നിരഞ്ജൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. അമ്മയുടെ പാദത്തിനരികിൽ ചെന്നിരുന്നു. ആ കാലുകൾ കെട്ടിപ്പിടിച്ച് തൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. എഴുന്നേറ്റ് വന്ന അമ്മയുടെ കവിളുകളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. രണ്ടു തുള്ളി കണ്ണുനീർ അടർന്ന് അമ്മയുടെ കണ്ണുകളിൽ വീണു. അമ്മയല്ലേ, ക്ഷമിക്കാൻ കഴിയുമായിരിക്കും. അമ്മയുടെ ചിത കത്തി അമരുന്നത് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സും അതേപോലെ തളരുകയായിരുന്നു. നാളെ തൻ്റെ അവസ്ഥയും ഇതുതന്നെയാണല്ലോ എന്നോർത്ത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്